ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിനെ ഇതുപോലെ മടക്കിയെടുക്കുക. ഇതിപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. വൈറ്റ് പേപ്പർ ഇപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതല്ലേ, നോട്ട്ബുക്കിലോ A4 പേപ്പറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ ഫ്ലവർ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പെറ്റൽസിൻ്റെ ഇടയിലും ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ടോട്ടൽ 16 പെറ്റൽസ് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ പകുതി വരെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി 8 പെറ്റൽസിന് ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ആ രീതിയിലാവാൻ വേണ്ടിയിട്ട് കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന 8 പെറ്റൽസിന് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്കോ അല്ലെങ്കിൽ പെൻസിലോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. പിന്നെ ഞാനൊരു റെഡ് കളർ മാർക്കർ പെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാർക്കർ പെൻ തന്നെ വേണമെന്നില്ല കേട്ടോ, കളർ പെന്നായാലും അല്ലെങ്കിൽ നോർമൽ പെന്നായാലും മതി. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ആ സ്റ്റിക്ക് വെച്ചിട്ട് റോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഭാഗം മാത്രമേ നമ്മൾ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആ റെഡ് കളർ വെച്ച് ലൈൻസ് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫ്ലവറിനെ ഇതുപോലെ അകത്തോട്ട് മടക്കിയെടുക്കണം. എന്നിട്ട് അതേപോലെ തന്നെ മറ്റേ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇവിടെ നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ നല്ല ഭംഗിയുള്ള 2 ലെയർ വരുന്നൊരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കാണുന്ന ചെറിയ ലീവ്സും അതുപോലെ തന്നെ സ്റ്റിക്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറ്. ഇനി അതിനെ ഇതുപോലെ മടക്കിയെടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 4 പെറ്റലായിട്ട് വരുന്ന ഒരു ഫ്ലവർ പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 പെറ്റൽ മതി ഇതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഭാഗം ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കളർ പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ റോൾ ചെയ്തെടുക്കണം. ആ പേപ്പർ ട്യൂബിനെ ഇതുപോലെ 2 സൈഡിലും ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ലീവ്സ് 3 ലീവ്സ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ട്യൂബ് അതിലിറക്കി വെച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത ഫ്ലവറും കൂടെ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള 7 ഫ്ലവേഴ്സ് ഞാൻ വേറെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ലീവ്സ് നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ടൊരു ലീഫിൻ്റെ ഷേപ്പിൽ അതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 4 ലീവ്സും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ ട്യൂബും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പേപ്പർ ട്യൂബ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ലീവ്സിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം.
ഇതുപോലെ ബാക്കിയുള്ള ലീവ്സിനൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ലീവ്സും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരുമിച്ച് ഒരു സ്റ്റിക്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു ഫ്ലവർ എടുത്തിട്ട് അതിലൊരു ഇത്തിരി ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് ഇതുപോലെ പേപ്പർ ട്യൂബിൽ ഇറക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ബാക്കി വരുന്ന ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വൈറ്റ് പേപ്പർ മാത്രം വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്, വാൾ ഹാങ്ങിങ്സ്, അതുപോലെ വേറെയും കുറേ ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ലീവ്സും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്